വചനവിചാരം മെയ് 31, 1 തെസ്സലോനിയ 4:7. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രൈസ്തവന്റെ ജീവിത ലക്ഷ്യം വിശുദ്ധിയാണ്. വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. ഭക്ഷണം, വസ്ത്രം, ശരീരം, ഭവനം, പരിസരം എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ഈ പുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ആത്മശുദ്ധി, ശരീരശുദ്ധി, ഭക്ഷണശുദ്ധി, വസ്ത്രശുദ്ധി, ഭവനശുദ്ധി, ഗ്രാമശുദ്ധി ഇതൊക്കെ വിശുദ്ധിയുടെ മേഖലകളാണ്. ദൈവം പരിശുദ്ധി തന്നെ ആയതിനാൽ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ വിശുദ്ധി വേണം. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധിക്ക് മങ്ങൽ ഏൽപ്പിക്കുന്നത് പാപമാണ്. വിശുദ്ധി ആഗ്രഹിക്കുന്നവർ പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പാപം ഉപേക്ഷിക്കാനും പാപ പ്രവണതകളെ ജയിക്കാനും ആത്മബലം ആവശ്യമാണ്. ആത്മബലം സിദ്ധിക്കാനുള്ള വഴി വചനപാരായണവും പ്രാർത്ഥനയും സുഹൃത. വചനവിചാരം മെയ് 30, കൊളോസസ് 3:5-16. ക്രിസ്തീയ ജീവിത നിയമങ്ങളാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. വിശുദ്ധി പാലിക്കാൻ അസാൻമാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, ദ്രവ്യാസക്തി എന്നിവ ഉപേക്ഷിക്കുക. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. കള്ളം പറയരുത്. ദയ, വിനയം, കാരുണ്യം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. പരസ്പരം ക്ഷമിക്കുക, സ്നേഹം പരിശീലിക്കുക, പരസ്പരം പഠിപ്പിക്കുക, ഉപദേശിക്കുക. സങ്കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും വചനങ്ങളും സദാ മുഴങ്ങട്ടെ. എല്ലാ ജോലികളും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുക. ചുരുക്കത്തിൽ തിന്മകൾ ഉപേക്ഷിച്ച് സുഹൃതങ്ങൾ അഭ്യസിച്ച് സ്നേഹത്തിൽ ജീവിക്കുക. മനസ്സിൽ സദാ ദൈവസ്തുതികൾ മുഖരിതമാകണം. എങ്കിൽ ജീവിതം സഫലമായും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നേ ദിവസം നാം അനുഗ്രഹീതരാകട്ടെ. ഇന്നത്തെ പഠനം പരീക്ഷാധ്വാന നിർമ്മാണ യാത്ര യേശുവിൻ്റെ വചനവിചാരം മെയ് 29, കൊളോസസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. വിശുദ്ധി പ്രാപിക്കാൻ എന്താണ് വഴി? എപ്പോഴും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നും ഉപവസിച്ച് കഴിയാൻ പറ്റുമോ? പ്രായോഗികമായി എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ചെയ്യുന്ന ഏതൊരു ജോലിയും ദൈവത്തെ പ്രതി ചെയ്യുക. സദാ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജോലി ചെയ്യുക. നിന്റെ ജോലി പ്രാർത്ഥനയായി. അതുവഴി നീ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊറിന്തോസ് 10:31. നിയോഗശുദ്ധിയുണ്ടെങ്കിൽ ഏത് നിസ്സാര പ്രവൃത്തിയും പുണ്യമാണ്. മുറ്റമടിക്കുന്നു, തുണി കഴുകുന്നു, ഭക്ഷണമുണ്ടാക്കുന്നതും എല്ലാം പുണ്യപ്രവൃത്തിയിൽ തന്നെ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യണം എന്ന് മാത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ